അപ്പോൾ ഗൈസ്, നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. RC ഗെയിമിംഗ്. അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനൽ കാണുന്നവരെല്ലാം ലൈക്കും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ല്. അപ്പോൾ നേരെ നമുക്ക് ഗെയിമിലേക്ക് പോകാം. ഇതേ ഗെയിമിലോട്ട് നമ്മൾ വന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും ഷെയർ ചെയ്യാൻ മറക്കല്ല്, ബെൽ ബട്ടൺ എനേബിൾ ചെയ്യാനും മറക്കല്ല് കേട്ടോ. നമ്മൾ പാരഷൂട്ട് ഇട്ട് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മൾ നേരെ ഗണ്ണ് തപ്പിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഒരു UMP കിട്ടി, രണ്ട് ഗണ്ണ് കിട്ടി. ഇവിടെ എനിമിയുടെ അപ്പം എൻ്റെ ടീമേറ്റ് നോക്കാമെന്ന് പറഞ്ഞ ഒരു നോട്ടിഫിക്കേഷൻ വന്നു. ഒന്നും വലുതായിട്ട് കാണാനില്ല, എനിമീസിനെ ഒന്നും. ഞാൻ ഇപ്പം ലൂട്ടുന്ന തിരക്കിലാണ്. എന്നിട്ട് നേരെ ഞാൻ താഴോട്ട് പോയിക്കൊണ്ടിരിക്കുക. ഇപ്പം എന്നിട്ട് നേരെ ടീമേറ്റ് നോക്കായി അവിടെ എനിമി ഉണ്ടെന്ന് വിചാരിച്ച് അങ്ങോട്ട് നോക്കിയപ്പോൾ അവിടെ എനിമീനെ ഒന്നും കാണുന്നില്ല. അപ്പം അങ്ങോട്ട് ചെന്നപ്പം നമ്പർ 4 അവിടെ ഇപ്പോൾ ഉണ്ട്. പിന്നെന്ത് ഇവൻ റിവൈവ് ചെയ്യാത്തതെന്ന് ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ എനിമിയാണെന്ന് ഞാൻ വിചാരിച്ചു. പക്ഷെ അവിടെ ഒന്നും എനിമിയെ പ്രത്യേകിച്ച് കാണാനൊന്നുമില്ല. അപ്പം എന്തായാലും നമ്പർ 2 ഈ വരി കയറി ഇപ്പുറത്തൂടെ വന്നിട്ട് അപ്പം ഞാൻ വരുന്നുണ്ട് അങ്ങോട്ട് അവനെ റിവൈവ് ചെയ്തു. അപ്പോൾ റിവൈവ് ചെയ്തുകൊണ്ടിരിക്കുക. റിവൈവ് ചെയ്ത് കഴിഞ്ഞ് നേരെ എഴുന്നേറ്റ് അപ്പം മെയിൻ ബിൽഡിങ്ങിലോട്ട് പോകാമെന്ന് വിചാരിച്ച് നേരെ മെയിൻ ബിൽഡിങ്ങിലോട്ട് പോവുക. അവിടെ എന്തായാലും എനിമി കാണുമെന്ന് വിചാരിച്ച് പോയത്. പക്ഷെ അവിടെ ചെന്നപ്പോഴാണെങ്കിലും എനിമി പോയിട്ട് എനിമിയുടെ ഒടി പോലും ഇല്ല. പക്ഷെ അവിടെ കയറി നമ്പർ 4 നോക്കായിരുന്നു. ഞാൻ നിൽക്കുമ്പോൾ അവിടെ എനിമി വരത്തില്ല. പിന്നെ ഞാൻ തിരിച്ചു പോകാമെന്ന് വിചാരിച്ചു. അവിടെ നോക്കിയപ്പം എവിടെയാണെന്നത് കാണിക്കുന്നില്ല. പിന്നെ ഞാൻ നേരെ തിരിച്ച് വീണ്ടും മെയിൻ ബിൽഡിങ്ങിൽ കൂടെ തന്നെ കയറി നേരെ ഞാൻ ഇപ്പുറത്തായി വന്ന് വീണ്ടും ഇങ്ങനെ ചുറ്റി കളിച്ചുകൊണ്ട് കിടക്കുവാണ്. ലൂട്ടിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഇടയ്ക്ക്. എന്നിട്ട് അവിടെ എനിമീസൊന്നും കാണാനില്ല. അപ്പം എൻ്റെ നമ്മൾക്ക് ടീമേറ്റ് ഒരുത്തൻ നോക്കാക്കിയെന്ന് പറഞ്ഞൊരു ഞാൻ ഇവിടെ എല്ലാം എനിമി ക്യാമ്പ് ചെയ്തിരിപ്പുണ്ടോ എന്ന് വെച്ചാൽ അങ്ങോട്ട് ചെന്നപ്പം അവിടെ എനിമീനെ ഒന്നും കാണാനില്ല. പിന്നെ നേരെ അവിടെ നിന്നും പോയി നേരെ താഴോട്ട് ഇറങ്ങി അവിടെ നമ്പർ 2 കണ്ടു. അപ്പം നമ്പർ 2 വീണ്ടും ഒരു നോക്കെടുത്തു ബോംബിലൂടെ. ഞാൻ അവിടെ നിന്ന് സ്കോപ്പ് ചെയ്ത് നോക്കി അവിടെ വല്ല എനിമിയും കാണാനുണ്ടോ എന്ന്. പ്ലേയേഴ്സിൻ്റെ ഏരിയ 5 കാണിക്കുന്നുണ്ട് മാപ്പിൽ. പക്ഷെ എനിമീസിനെ ഒന്നും കാണാനില്ല. ഇത് എനിക്ക് മാത്രം എന്തെങ്കിലും എനിമി ഒന്നും അടുത്ത് വരത്തില്ല. ഞാൻ അപ്പം ഞാൻ നമ്പർ 2 ഒരു എനിമി കയറി വന്നു. എനിമി നമ്പർ 2 നോക്കാക്കി. അപ്പം ഞാൻ അങ്ങോട്ട് ഇരുന്നു. അതിന് ഞാനൊരു മോൾട്ട് ഇട്ടു അങ്ങോട്ട്. അപ്പോൾ അത് അവൻ്റെ ദേഹത്ത് തട്ടിയെന്ന് ഞാൻ വിചാരിച്ചു. പക്ഷെ കയറി വന്നു. പിന്നെ ഞാൻ ഫ്രീ സ്പേസിലിരിക്കുന്നു. അവന് അവന് കുറേ ഇച്ചിരി ഡാമേജ്. ഞാനും അവനും അപ്പോഴത്തേക്ക് അവൻ എന്നെ അടിച്ചിട്ട് ബഷ് എല്ലാം കഴിഞ്ഞ് ഞാൻ നേരെ വീണ്ടും റീകോള് പാരഷൂട്ട് പ്ലെയിനെ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം നേരെ അവിടുന്ന് ആടി നമ്മുടെ ഈവൻറ്റിലെ പ്ലേസിലോട്ട് പോകാമെന്ന് വിചാരിച്ച് അങ്ങോട്ട് ചെന്നുകൊണ്ടിരിക്കുക. ചെന്നപ്പോൾ അവിടെ നിന്ന് നമ്പർ 2 വീണ്ടും ഒരു നോക്കെടുത്തെന്ന് പറഞ്ഞൊരു ഇത് വന്നു, നോട്ടിഫിക്കേഷൻ. അവിടെ ഞാൻ നേരെ അവിടെ എത്തിയപ്പോൾ ഒടുക്കത്തെ ലാഗ് അതെല്ലാം മാറിക്കഴിഞ്ഞ് ഞാൻ നേരെ ഇറങ്ങിയപ്പം
പ്ലെയർ ഇൻ ദ ഏരിയ 2 കാണിക്കുന്നുണ്ട്. പക്ഷെ അവിടെ നിന്ന് എനിമിയെ കാണില്ല. ഞാൻ അവിടെ നിന്ന് നേരെ താഴോട്ട് എടുത്ത് ചാടി. അവിടെ വന്നപ്പോൾ അവിടെ എനിമി ഉണ്ടാവുമെന്ന് വിചാരിച്ച്. ഒരു ഫുട് പ്രിൻറ്റിൻ്റെ സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ടായിരുന്നു. ഒരു ബോംബ് പൊട്ടുന്ന ഒക്കെ പ്രിൻ്റൊക്കെ കാണിക്കുന്നുണ്ടായിരുന്നു. അപ്പോഴാണ് നമ്മുടെ ടീംമേറ്റ് നമ്മളെ അങ്ങോട്ട് വിളിച്ചത്. പക്ഷെ നമ്പർമാരെല്ലാം നമ്പർ 2 എല്ലാവരും ചത്തായിരുന്നു. അപ്പോൾ നമ്പർ 3 ഇവിടെ ഉണ്ടായിരുന്നു തോന്നുന്നു. എന്തായാലും നമുക്ക് കിട്ടിയില്ല. അത് പോരാ നമുക്ക്. അപ്പോൾ എനിക്ക് ഞാൻ ചെന്നപ്പോൾ തന്നെ മറ്റേ ഗണ്ണ് കിട്ടി. അത് ഞാൻ എടുത്തു. പിന്നെ സ്കാറിലെ ആമോ എല്ലാം എടുത്ത് ലൂട്ടായിരുന്നു. അതിൻ്റെ വേറെ ഞാൻ നിങ്ങൾക്ക് ഒരു ടിപ്പ് പറഞ്ഞു കേട്ടോ. നമ്മൾ ലിവിക്കിലാണെങ്കിൽ നേരെ കാണുന്ന ഈ സാധനം കണ്ടോ, അവിടെ ചെന്നിട്ട് അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും 3x കിട്ടും. ഞാൻ എപ്പോൾ അത് പോയി ഓപ്പൺ ചെയ്താലും എനിക്ക് അതിൻ്റെ അകത്ത് 3x കിട്ടും. എനിക്ക് ഉറപ്പ്. ഞാൻ അവിടെ നിന്ന് പോയി അത് തുറന്നു. പക്ഷേ ഇന്ന് ഞാൻ ചെന്നപ്പോൾ ഒരു ടീമേറ്റ് നേരത്തെ ഓപ്പൺ ആക്കിയായിരുന്നു. പക്ഷെ അവിടെ 3x കിടപ്പുണ്ടായിരുന്നു. അത് ഞാൻ എടുത്തു. 3x എടുത്തു കഴിഞ്ഞാൽ നേരെ അവിടെ മറ്റേ നമ്മുടെ ഈ റിവേഴ്സൽ അവിടെ പോയി ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല്. ഷെയർ ചെയ്യണം എല്ലാവരും. അപ്പം നമ്മുടെ ടാർഗറ്റ് ഈ 2 മാസത്തിനുള്ളിൽ 1000 സബ്സ്ക്രൈബേഴ്സ് അടിക്കുക എന്നുള്ളതാണ്. അപ്പം 50 ലൈക്സാണ് നമ്മുടെ ടാർഗറ്റ്. എല്ലാവരും ലൈക്ക് സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ല്. ഞാൻ ഇപ്പോൾ ഇതും തുറന്നത് ലൂട്ടാൻ പോയപ്പം അവിടുന്ന് പുറകിൽ നിന്നൊരു ടീമേറ്റ് വന്നു. പക്ഷെ കുഴപ്പമില്ല. അതിനകത്ത് പ്രത്യേകിച്ചൊന്നും ലൂട്ടില്ലാത്തതുകൊണ്ട് കിട്ടിയത് എടുത്തുകൊണ്ട് പോയി. പിന്നെ അവിടെ നിന്ന് നേരെ ഇറങ്ങി. ഇവൻ വീണ്ടും ഇവിടെ ലൂട്ടുന്ന കണ്ടു. ഒരു മോൾട്ട് കിട്ടി, അതെടുത്തു. ഇപ്പം അവിടെ ഒരു തൻ്റെ ലൂട്ട് കിടപ്പുണ്ടായിരുന്നു. അത് ലൂട്ടിക്കൊണ്ടിരിക്കുക. ലൂട്ടി കഴിഞ്ഞപ്പോൾ ഇവൻ എനിക്കൊരു എക്സ്ട്രാ ഇത് വന്നു. സെൽഫ് റിവൈവിൻ്റെ ഇത് കിട്ടി. ടീമേറ്റിൻ്റെ ഇത് പറഞ്ഞ് കിട്ടി. അത് കഴിഞ്ഞ് ഞാൻ നേരെ താഴോട്ട് ടീമേറ്റിൻ്റെ പുറകെ അങ്ങ് പോയി. അതിൻ്റെ ഈവെൻറ്റിൽ ബിൽഡിങ്ങിൽ ഇറങ്ങണമെന്ന് വിചാരിച്ച്. പിന്നെ അവിടെ പ്രത്യേകിച്ച് ആൾക്കാരൊന്നും ഇപ്പോൾ ഇല്ലാത്തതുകൊണ്ട് നേരെ ഞാൻ ടീമേറ്റിൻ്റെ ഒപ്പം അങ്ങ് പോയി. അവിടെ ചെന്നപ്പോഴോ എനിമിയുടെ ഒരു കൂട്ടം തന്നെ. എന്നെ മേളിൽ വെച്ച് കൊന്നില്ലായിരുന്നു ആദ്യമേ. അവനവിടെ ഉണ്ടായിരുന്നു. പക്ഷെ അവനെ ആദ്യമേ ഇറങ്ങിയപ്പോൾ കണ്ടില്ല. എൻ്റെ ടീമേറ്റിന് ഇപ്പുറത്ത് പോയിട്ട് അടിച്ചിട്ട് അവിടെ ആരും ചെന്ന് ഞാൻ ഒരു മോൾട്ടിട്ട് അവന് ഞാൻ മോൾട്ടിടാന്ന് വിചാരിച്ചു. അത് എൻ്റെ ടീമേറ്റ് അവനെ അടിച്ചു. പക്ഷെ അവന് ഡാമേജ് കിട്ടിയില്ല. ഞാൻ അപ്പോൾ എൻ്റെ ഒരു നോക്ക് അവിടെ എനിക്ക് കിട്ടിയായിരുന്നു. ഞാൻ നേരെ മറ്റവനെ വീണ്ടും കണ്ടു. അവനെ ബോംബ് എറിയാമെന്ന് വിചാരിച്ചപ്പോൾ പുറകിൽ നിന്നൊരു ബോട്ട് അടിച്ചു. അത് ഞാൻ കാര്യമാക്കി എടുത്തിട്ട് ലാസ്റ്റ് നിമിഷം അവൻ മണ്ടക്കോട്ട് കയറിപ്പോയി. അല്ലെങ്കിൽ അവനെ കൂടെ നോക്കടിക്കായിരുന്നു. പക്ഷെ ഇവിടെ കണ്ടോ അവനെ ഞാൻ ഇപ്പം ചെയ്ത് അടിച്ചുകൊണ്ടിരുന്നപ്പോഴും അവിടെ നമ്പർ 4 ഡെഡ് പോയി. ഇവനെ കാണുന്നത് അവനെ ഞാൻ അടിച്ചു. എനിക്ക് അവൻ്റെ കില്ല് കിട്ടി ഫസ്റ്റ്. പക്ഷെ പുറകിൽ നിന്നൊരു ബോട്ട് അടിക്കുന്നുണ്ട്. ഞാൻ കാര്യമായിട്ട് എടുത്തിട്ട് ഇവനെ കൊല്ലുകയെന്നായിരുന്നു എൻ്റെ ലക്ഷ്യം. പക്ഷെ അവനെ കാണുന്ന പോലില്ല. അപ്പം നമ്പർ 2 അവനെ നോക്കാക്കി. അവനെ ഫിനിഷിങ് ചെയ്തു. എന്നിട്ട് ഞാൻ അങ്ങോട്ട് ചെന്നപ്പം വീണ്ടും ആ ബോട്ടിൻ്റെ അടി. എന്നാൽ പിന്നെ ഇനി ആ ബോട്ടിനെ അടിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ച് അങ്ങോട്ടെല്ലാം പോയപ്പോഴേക്ക് നമ്പർ 2 അവനെ അടിച്ചിട്ടു. പ്രത്യേകിച്ചൊന്നുമില്ല. 2 ടീമേറ്റ്സ് നോക്കായി. അപ്പം ഞാൻ മണ്ടക്കോട്ട് പോയി അവന്മാരെ റീകോൾ ചെയ്യാമെന്ന് വിചാരിച്ച് അങ്ങോട്ട് ചെല്ലുക. അപ്പം ഞാൻ അത് റീലോഡ് ചെയ്തിട്ട് പയ്യെ പോകാമെന്ന്. അപ്പോൾ അവിടെ ഇത് കണ്ടി അവനെ നോക്കടിച്ച്. പക്ഷെ വേറൊരുത്ത അവിടെ കൂടെ വേറൊരു എനിമി അവിടെ നിന്ന് കില്ല് ലൂട്ടിക്കൊണ്ട് പോയെന്ന് പറയാമല്ലോ. ഞാൻ അടിച്ചിട്ട് കില്ല് അവനെടുത്തുകൊണ്ട് പോയി. അവൻ പോകുന്നുണ്ടായിരുന്നപ്പോഴേക്കും അവൻ ഓടി.
അപ്പോൾ അവിടെ നിന്ന് എന്നടിക്കാൻ അപ്പോൾ അവൻ അവിടെ നിന്ന് പോയി. അപ്പോൾ വീണ്ടും വേറൊരു തന്നെ അവിടെ നിന്ന് ഒറ്റയടി. പക്ഷെ അവനെ എവിടെ വന്നെനിക്ക് അവൻ്റെ പൊസിഷൻ മനസ്സിലായില്ല. ഞാനപ്പോൾ ആ റോക്കിൻ്റെ പുറകെ വന്നിരുന്നിട്ട് ഒരു ഡ്രിങ്ക് കുടിച്ചു. അപ്പം ആണെങ്കിൽ നമ്പർ 2 അതിൻ്റെ പുറകിൽ കൂടെ പോകുന്നുണ്ടായിരുന്നു. നമ്പർ 2 അതിൻ്റെ പുറകിൽ കൂടെ പോയി അവനെ അടിച്ചിട്ടു. ഞാൻ ഫിനിഷ് ചെയ്തു. പിന്നെ അവനെ ഫിനിഷിങ് ചെയ്തു. പിന്നെ ടീംമേറ്റ്സിനെ റീകോൾ ചെയ്യാൻ വേണ്ടി അങ്ങോട്ട് നമ്പർ 2 പോയി. അപ്പം ഞാനാണെങ്കിൽ മറ്റവൻ്റെ പെട്ടി ലൂട്ടുമായിരുന്നു. ഞാൻ വീണ്ടും ഒരു ഡ്രിങ്ക് കുടിച്ചു. നേരെ ഫ്രണ്ടിലോട്ട് പോയിട്ട് അപ്പോഴത്തേക്ക് ടീംമേറ്റ് അവനെ റീകോൾ ചെയ്തു ടീംമേറ്റ്സിനെ. എന്നിട്ട് അവിടെ വെറുതെ നിൽക്കുമായിരുന്നു. നിങ്ങൾ ബാഴ്സ ഫാനാണോ റയൽ മാഡ്രിഡ് ഫാനാണോ എന്ന് കമൻറ്റ് ചെയ്യ്. എൻ്റെ അവിടെ വെറുതെ നടന്നു പോയപ്പോൾ അവിടെ ഒരു കാറിൻ്റെ ഇത് കാണുന്നത്. അപ്പോൾ കാറിൻ്റെ അങ്ങോട്ട് ചെന്നപ്പോൾ അവിടെ പ്രത്യേകിച്ച് എനിമിയൊന്നും കാണുന്നില്ല. ഒരു വെഹിക്കിളിൻ്റെ ഇത് കണ്ടു. ഞാൻ അങ്ങോട്ട് ചെന്നപ്പം അവിടെ എനിമിയുടെ ഇതൊന്നും കാണുന്നില്ല. ഞാൻ ഒരു അറ്റാക്കിൻ്റെ സിമ്പിൾ ഇട്ട് കൊടുത്തു. അവിടെ എനിമി ഞാൻ ആ കാറിൻ്റെ അവിടെ കാണുമെന്ന്. പക്ഷേ ഞാൻ ആ ഫുട് പ്രിൻ്റ് മാപ്പെ കാണിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ അത് ഞാൻ കണ്ടില്ല. ഞാൻ പുറകിൽ അവനെ അടിച്ചിട്ടു. റിവൈവ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അവൻ വീണ്ടും എന്നെ കൊന്നു. അപ്പോഴത്തേക്ക് എൻ്റെ ടീംമേറ്റ് പുറകിൽ നിന്ന് വന്ന് അവനെ അടിച്ചിട്ടു. നമ്പർ 3. നിങ്ങൾ കമൻറ്റ് ചെയ്യും നമ്മളിത് ചിക്കൻ അടിക്കുകയോ ഇല്ലയോ എന്ന്. നമ്മൾ ചിക്കൻ അടിക്കൂ. കമൻറ്റ് ചെയ്യുക ചിക്കൻ അടിക്കുകയോ ഇല്ലയോ എന്ന്. ഇനി നമ്മുടെ ടീംമേറ്റ്സിൻ്റെ എല്ലാ കളിയും ഞാനിപ്പോൾ ചത്തോണ്ട് എനിക്ക് ഇനിയും കളിയൊന്നുമില്ല. അപ്പം ടീംമേറ്റ്സ് കമോൺ ലെറ്റ്സ് ഡു. ഇത് നമ്പർ 2ക്ക് കുറേ കില്ലൊക്കെ കിട്ടി. അവൻ കുറേ ബോട്ടിനെയും കുറേ പ്ലെയേഴ്സിനെയൊക്കെ അവന് കുറേ കിട്ടി. അവന് 11 or 12 സം കില്ലും ഉണ്ട്. യെസ്. അപ്പോൾ വീണ്ടും നമ്പർ 3 അവനെ ഫിനിഷ് ചെയ്തു, എന്നെ കൊന്നവനെ. ഇതുകൊണ്ട് വീണ്ടും നമ്പർ 2 വീണ്ടും ഒരു കില്ലൂടെ എടുത്തിട്ടുണ്ട്. യെസ്, 13 കിൽസ്. നമ്പർ 2 13 കിൽസ് ആയിട്ടുണ്ട്. ഇനി 2 പേരും ഇവിടെ ഉണ്ട്. 2 പേരും കൂടെ നമ്പർ 2 തന്നെ അടിക്കുകയാണെങ്കിൽ അവന് 15 കിൽസ് കിട്ടും. കറി ആര് ചിക്കൻ നോക്കാം. കൊണ്ടുണ്ട് 13 കിൽസ്. എന്നാൽ അവർ മറ്റേ സോണിൽ കയറാനുള്ള ധൃതിയില്ല. എല്ലാവരും സോണിലോട്ട് ഓടിക്കൊണ്ടിരിക്കുക. ഈ നമ്പർ 2ൻ്റെ സ്നൈപ്പർ ഇരിപ്പുണ്ട്. എനിക്കൊന്ന് താഴത്തെ അവിടെ എനിമി ഉണ്ടെന്ന്. ഇത് ഞങ്ങൾ ചിക്കൻ അടിച്ചു കഴിഞ്ഞാൽ നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. ഞങ്ങൾ ചിക്കൻ അടിച്ചില്ലെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക. അപ്പം നമുക്ക് നോക്കാം ചിക്കൻ അടിക്കുമല്ലോ. ഇന്നുവല്ല ഇവന്മാർ കൊല്ലൂ. എവിടെ ഇനി എനിമീസ്? നമുക്ക് നമ്പർ 2 എന്ത് ചെയ്യുന്നത് നോക്കാം. കൂടാതെ എനിമി എന്ത്? യെസ്, ഫിനിഷ്ഡ്. താഴെ പോയി ഫിനിഷ്. എനിക്കൊന്ന് അവിടെ തന്നെ വേറൊരുത്തനും ഉണ്ടെന്ന്. നമ്പർ 2 ലൂട്ടാൻ പോകണോ അതോ? പക്ഷേ അവിടെ ഇനിയുണ്ട്. യെസ്,
അപ്പോൾ ഗൈസ് നിങ്ങൾ പറഞ്ഞ പോലെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. ഇപ്പം നമ്മൾ ചിക്കൻ അടിച്ചിട്ടുണ്ട്. 15 kills, നമ്പർ 2. ചിക്കൻ ഡിന്നർ. ക്ലാസിക് കളിച്ചുണ്ടായിരുന്നു. നമുക്ക് TDM കളിച്ചാൽ ട്രെയിനിങ് കളിക്കാം. TDMത്തിന് മറ്റേ ട്രെയിനിങ് കളിക്കാം കണ്ണിൻ്റെ. ആ സീൻ ഭയങ്കര രസമാണ്. നമുക്ക് നേരെ TDM കളിക്കാം. ട്രെയിനിങ്ങിൻ്റെ സ്നേക്ക് ബീച്ച്. ഇപ്പം നേരെ കളി ലോഡ് ചെയ്തുകൊണ്ടിരിക്കുവാണ്. ഇപ്പം ലോഡിങ്ങിലാണ്. ഇപ്പം കളി തുടങ്ങാൻ പോവാണ്. This is a simulation game set in a virtual world and does not represent real life. Please play in moderation, take frequent breaks, and play responsibly. ഇതിനാണ് വെള്ളഷെട്ടി. ഒന്നുകൂടെ അവനെ പേടിയ അവനെ കിണ്ണം കളി നമ്മളിങ്ങനെ എൻ്റെ ടീമിനെ അടിച്ചിട്ടവൻ അടിക്കുമ്പോൾ മാത്രമേ ഉള്ളൂടാ ഈ ടീമി. അവനെ മാത്രം കാണുന്നു. വീണ്ടവൻ എടോ ജസ്റ്റ് മിസ്. ഇപ്പം അവൻ ചെന്നാൻ നമുക്ക് നേരെ അവരുടെ ഇവിടെ പോയി നോക്കാം. അവൻ മാത്രമേ ഉള്ളൂ എന്ന്. അവനെ മാത്രമേ കണ്ണ് കഴിഞ്ഞില്ല. ഞാൻ എന്തു കാണിക്കുന്നേ? എന്ത് ചെയ്യും നമ്മൾ? ആലോചിക്കാം. ഈ കളി എന്തായാലും തോറ്റി. അവനെ അടിച്ചിടണോ? എന്തിടവൻ? ഓഹ് കറക്റ്റ് ടൈമിന് ബോംബ് പൊട്ടി. അവൻ ഓഫ് ലെവലായ അവന് വേറെ മറ്റേ പിന്നെ ഇവനെ ഒന്ന് കൊല്ലാൻ പറ്റുമെന്നല്ലേ? നമ്മൾ കഴിഞ്ഞ വീഡിയോ 2 വീഡിയോ BGMIയുടെ പ്ലേയിങ് ഇട്ടിരുന്നു. അത് കാണാത്തവരെല്ലാം പോയി കാണുക. പിന്നെ ആണെങ്കിൽ അതിൻ്റെ അകത്ത് ഒരു മാച്ചിലാന്ന് ആദ്യത്തേലാന്ന് തോന്നുന്നു. ആദ്യത്തേലോ രണ്ടാമത്തെ വീഡിയോയിലോ എന്തുവാ ഇതുപോലെ തന്നെ ഒരുത്തൻ എക്സൂട്ടുള്ള ഒരുത്തൻ വന്നിട്ട് അവനെ നമുക്ക് അടിക്കുന്നൊരു ഇതുണ്ട്. എല്ലാവരും ഒന്ന് കാണണം. അവൻ നമ്മുടെ ടീമേറ്റിനെ നോക്കാക്കിയപ്പോൾ ഞാൻ ദൂരെ നിന്ന് അവനെ അടിച്ചിരുന്ന ഇതുണ്ട്. കുഴപ്പമില്ല, നമുക്ക് അടുത്ത കളി പിടിക്കാം. ഒരു TDM കൂടെ കളിക്കാം.
bicycle makes almost no noise. ആ ടീഡിയും തന്നെ വീണ്ടും നമ്മൾ ഷോട്ട് കൊടുത്തിട്ടുണ്ട്. വീണ്ടും ലോഡിങ്. ലോഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. This is a simulation game set in a virtual world and does not represent real life. Please play in moderation, take frequent breaks, and play responsibly. അപ്പം അവനെ കൊന്നിട്ടുണ്ട്. നമുക്ക് ഒന്നുകൂടെ പോയിട്ട് ഇനിയും എനിമീസിനെ കൊല്ലാൻ പറ്റുമോ നോക്കാം. എൻ്റെ അവിടെ ഒരു ടൈപ്പുണ്ട്. ഞാൻ എന്തോ കാണിക്കും, സ്കോപ്പ് എന്തോ ഓണാവാത്ത, സ്കോപ്പ് ഓണാവുന്നില്ല. ഇതിൻ്റെ അവന്മാരെന്തി സ്നൈപ്പർ യൂസ് ചെയ്തടിച്ച്. പിന്നെ നമുക്ക് കില്ലിങ് സ്പ്രീ അങ്ങോട്ട് തുടങ്ങാം. നമുക്ക് എല്ലാത്തിനെയും അങ്ങ് തട്ടിയേക്കാം. ഇവിടെ ലാസ്റ്റ് നമുക്ക് കുറേ അടി കിട്ടിയത്. ശാവന്മാരും പോയി. പുറകെ നിന്ന് അടി കിട്ടു. പുറകെ നടി അവനെത്ര എൻ്റെ പുറകെ തോന്നുന്നു. ഇടിക്കുക അവനെ. ഓ ഷിറ്റ്, അവൻ എന്നെ അടിച്ചിട്ട്. ഇനി നമ്മൾ കില്ലിങ് സ്പ്രേ തുടങ്ങുക. ഓരോ കില്ലായിട്ട് തുടങ്ങാൻ പോകുമ്പോൾ യെസ് ഓൺ ലെറ്റ്സ് ഡു ഇറ്റ്. ഓ അവനെ കൊന്നു. അതേണ്ടിരിക്കുന്നു വെച്ചാൽ ക്യാമ്പ് അടിച്ചിരിക്കുന്നു അവനൊക്കെ. അടിച്ച് നമ്മളില്ല. എടാ ഞാൻ കടന്നപ്പോൾ അവൻ എൻ്റെ പുറകെ സൈഡിലോട്ട് പോയി. എനിക്ക് തിരിയുന്നതിന് മുമ്പ് അവൻ്റെ തലക്കിട്ടിട്ട് ഓക്കെ സീൻ. ഓഫ് ഗണ്ണ് മാറ്റിയൊക്കെ അവൻ എന്നെ അടിച്ചു കളഞ്ഞു. ഞാനത്തെ എൻ്റെ ടീമേറ്റ് ആണ്. ഓക്കെ, അപ്പം നമ്മൾ ഈ മാച്ച് ജയിക്കില്ല എന്നല്ല അവൻ്റെ ഇവിടെ മറ്റവന് കൂടെ അടിച്ചിട്ടില്ലെങ്കിൽ സീനായിരുന്നേനെ. ഒരു പടിക്ക് രണ്ട് പക്ഷിയായിരുന്നു. പക്ഷേ അവൻ എന്നെ ഇവിടെ ഇടുന്നതിന് ജസ്റ്റ് മുമ്പ് ഒരു തവണ സ്ട്രൈക്ക് ചെയ്തു. അങ്ങനെ പുറകിനെ അടിക്കുന്നത് ഈ സൈഡിൽ കൂടെ എപ്പോഴാണ് വരുന്നത്? അവന് മുന്നോട്ട് ബോംബിടിച്ചറിയാം. ചാവാഞ്ഞ ഭാഗ്യം. ചെന്തോടെ ഒരു ഇവനൊക്കെ അതൊക്കെ എവിടെ നിന്ന് വരുന്നത്? അതായത് 10 മിനിറ്റിലൂടെ മതി നമുക്ക് കിട്ടിയ. ഓ റീലോഡ് ചെയ്തു. ഓ ഷേ അണ്ടർ ഇവനെ എവിടെ വന്നു? നമുക്ക് 7 കില്ലിലൂടെ മതി കളി വയ്ക്കാൻ പറ്റും. ആ യെസ്, അവനെ ഫിനിഷ് ചെയ്തിട്ടുണ്ട് നമ്മൾ. ഇനി ഒരുത്തനെ കൂടെ അടിക്കണം. ഇവനെ കൂടെ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ആ ഓക്കെ, ഇതൊക്കെ അടിച്ചു.
ഞാൻ അതുകളൊന്നും കണ്ടില്ല, പുറകിൽ തന്നെ. പിന്നെ നമുക്ക് കില്ലെടുക്കേണ്ട ആവശ്യമില്ല, നമ്മൾ ഈ ബോംബ് എറിയുമ്പോഴേക്കും ഒരു ടീമേറ്റ് കൊണ്ടിരിക്കും. യെസ്, ഞാൻ പറഞ്ഞില്ലേ. ഫൈനലി വി ആർ അഗെയിൻ ദ വിന്നർ. അവർ 15 കില്ല് 2 അസിസ്റ്റ്. നമുക്ക് ആ സെക്കൻഡ്. അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്. ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.